ഗുഡ് മോർണിംഗ് ടു എവറി വൺ. എല്ലാവർക്കും നമ്മുടെ ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാറുണ്ട്. ഉപദേശമോ അല്ലെങ്കിൽ വാർണിംഗ്. എങ്ങനെ? നിനക്ക് ഇപ്പോൾ അവിടെ പോകുന്നതാണ് നല്ലത്, അവൻക്ക് അവളോട് ഇപ്പോൾ സംസാരിക്കാത്തതാണ് നല്ലത്, നമുക്ക് ഇപ്പോൾ പുറത്ത് പോകാത്തതാണ് നല്ലത്, അല്ലേ? ഇതുപോലെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചെയ്യാത്തതാണ് നല്ലത് എന്ന് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ സ്കിപ്പ് അടിക്കാതെ കാണുക. നമ്മൾ ഹാഡിൻ്റെ കൂടെ ബെറ്റർ ചേർത്ത് കഴിഞ്ഞാൽ ഹാഡ് ബെറ്റർ പ്ലസ് വെർ ഫസ്റ്റ് ഫോം, ഹാഡ് ബെറ്ററിൻ്റെ കൂടെ വെർ ഫസ്റ്റ് ഫോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതാണ് ചെയ്യുന്നതാണ് നല്ലത് എന്നായി. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ വെർഷനാണ് വുഡ് ബി ബെറ്റർ ടു. വുഡ് ബി എഴുതുമ്പോൾ ബെറ്ററിൻ്റെ കൂടെ ടു വന്നിരിക്കണം, അത് നിർബന്ധമാണ്. ഓക്കെ, പക്ഷേ ഹാഡ് ബെറ്ററിൻ്റെ കൂടെ ടു വരരുത്. ഹാഡ് ബെറ്റർ അത് കഴിഞ്ഞിട്ട് നേരെ വെർ ഫസ്റ്റ് ഉപയോഗിക്കണം. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഇവിടെ വുഡ് ബി ബെറ്ററിൻ്റെ കൂടെ ടു വന്നിരിക്കണം. വുഡ് ബി ബെറ്റർ ടു പ്ലസ് വെർ ഫസ്റ്റ് ഫോം. ഓക്കെ, അപ്പോൾ ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചെയ്യാത്തതാണ് നല്ലത് എന്ന് പറഞ്ഞതിന് വേണ്ടി നമുക്ക് രണ്ടും ഉപയോഗിക്കാം, ഹാഡ് ബെറ്റർ അല്ലെങ്കിൽ വുഡ് ബി ബെറ്റർ ടു. അപ്പോൾ സാർ എന്താണ് വ്യത്യാസം? വ്യത്യാസം സിമ്പിളാണ്. ഹാഡ് ബെറ്റർ ആണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക. ഇതാണ് നമ്മൾ ഒരു സ്ട്രോങ്ങോട് കൂടി സ്ട്രോങ് അഡ്വൈസ് കൊടുക്കാനും അല്ലെങ്കിൽ സ്ട്രോങ് വാർണിംഗ് കൊടുക്കാനും ഉപയോഗിക്കാം. ഓക്കെ, സ്ട്രോങ്. ഇതാണ് ഇത് സോഫ്റ്റ് അഡ്വൈസ് ആണ്, സോഫ്റ്റ് വാർണിംഗ്. ഇതിൽ ഡോസ് കുറയാണ്. ഇതാണ് സ്ട്രോങ് ആണ്, പക്ഷേ ഇതിൽ ഡോസ് കുറയാണ്. അപ്പോൾ ഏത് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കാം. ഓക്കെ, നമുക്ക് ഏതും പറയാവുന്നതാണ്. എന്ന് വെച്ചാൽ ഹാഡ് ബെറ്റർ വെർ ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ വുഡ് ബി ബെറ്റർ ടു വെർ ഫസ്റ്റ് ഫോം. ഇനി ഈ രണ്ടിൻ്റെയും പകരമായിട്ട് നമുക്ക് ഷുഡ് ഉപയോഗിക്കാറില്ലേ സാറേ? സാധാരണ നമ്മൾ നോർമലായിട്ട് അഡ്വൈസ് കൊടുക്കുമ്പോൾ ഷുഡാണ് ഉപയോഗിക്കാറ്. യു ഷുഡ് ഗോ ദെയർ, അത് ഉപയോഗിച്ചാൽ പോലെ മതി, അത് ഉപയോഗിച്ചാൽ മതി. അതിന് പകരമായിട്ട് നമുക്ക് ഹാഡ് ബെറ്റർ ആൻഡ് വുഡ് ബി ബെറ്റർ ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മലയാളത്തിൽ പറയാറുണ്ട്, നിനക്ക് അവിടെ പോകുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ഹാഡ് ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഒന്നാമതാണ് നിനക്ക് അവിടെ പോകുന്നതാണ് നല്ലത്. നിനക്ക് അവിടെ പോകുന്നതാണ് നല്ലത്. അപ്പോൾ പറയാം, നിനക്ക് ആദ്യം യു ചേർത്തു, അത് കഴിഞ്ഞിട്ട് ഹാഡ് ബെറ്റർ. എന്താണ് ഹാഡ് ബെറ്റർ? യു ഹാഡ് ബെറ്റർ. ഓക്കെ, യു ഹാഡ് ബെറ്റർ. അത് കഴിഞ്ഞിട്ട് വെർ ഫസ്റ്റ് ഫോം, യു ഹാഡ് ബെറ്റർ പോകുക, ഗോ. യു ഹാഡ് ബെറ്റർ ഗോ ദെയർ. യു ഹാഡ് ബെറ്റർ ഗോ ദെയർ. കണ്ടോ, സെൻറ്റൻസായി. നിനക്ക് അവിടെ പോകുന്ന നല്ലത്. ഇനി ഇതിൻ്റെ നമുക്ക് രണ്ടാമത്തെ വെർഷൻ എഴുതാം. ഇങ്ങനെ യു, അത് കഴിഞ്ഞിട്ട് വുഡ് ബി ബെറ്റർ ടു. വുഡ് ബി ബെറ്റർ ടു. വുഡ് ബി ബെറ്റർ ടു വെർ ഫസ്റ്റ് ഫോം. ടു വന്നിരിക്കണം. ഓക്കെ, ഇതിൽ ടു വന്നിരിക്കണം. ടു ഗോ ദെയർ. എന്തായി? യു വുഡ് ബി ബെറ്റർ ടു ഗോ ദെയർ. നിനക്ക് അവിടെ പോകുന്നതാണ് നല്ലത്. ഇതിൽ സ്ട്രോങ് സോഫ്റ്റ് ആണ്, സ്ട്രോങ് കുറഞ്ഞു. ഇവിടെ യെസ്, യു ഹാഡ് ബെറ്റർ ഗോ ദെയർ. യു ഹാഡ് ബെറ്റർ ഗോ ദെയർ. നിനക്ക് അവിടെ പോകുന്ന നല്ലത്. ഇത് നമ്മൾ സ്ട്രോങ് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ എന്ത് എഴുതണം? നെഗറ്റീവ് എഴുതണം. നെഗറ്റീവ് എഴുതണമെങ്കിൽ നമുക്ക് നോട്ട് ചേർക്കണം. എവിടെയാണ്? ബെറ്റർ എന്ന് പറയുന്ന വേർഡിന് ശേഷമാണ് രണ്ടിലും നമ്മൾ നോട്ട് ചേർക്കേണ്ടത്. എവിടെയാണ്? യു ഹാഡ് ബെറ്റർ നോട്ട് ഗോ ദെയർ. ഇവിടെ ഒന്നിനാണ് യു വുഡ് ബെറ്റർ. യു വുഡ് ബി ബെറ്റർ. ബെറ്ററിന് ശേഷം നോട്ട് ചേർക്കും. അല്ല സാറേ, സാധാരണ നമ്മൾ ഹാഡ് കഴിഞ്ഞിട്ടല്ലേ ചേർക്കാറ് നോട്ട്? ഹാഡ് നോട്ടിൽ ചേർക്കാറ്. അതെ, പക്ഷേ ഇതിൽ ഹാഡ് ബെറ്റർ എന്ന് പറയുന്ന ഈ രണ്ട് വേർഡിൽ അടങ്ങുന്ന ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രേസ് ആണ്. ഇതിന് ശേഷമാണ് നമുക്ക് നോട്ട് ചേർക്കേണ്ടത്. യു ഹാഡ് ബെറ്റർ നോട്ട്, അതുപോലെ യു വുഡ് ബി ബെറ്റർ നോട്ട്. രണ്ടിലും ബെറ്റർ കഴിഞ്ഞിട്ടാണ് നോട്ട് ചേർക്കേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. അതാണ് അവൻക്കിപ്പോൾ ഇവിടെ വരാത്തതാണ് നല്ലത്. അവൻക്കിപ്പോൾ ഇവിടെ വരാത്തതാണ് നല്ലത്. അപ്പം ഹി അല്ലേ, ഹി. അത് കഴിഞ്ഞിട്ട് ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്റർ ആദ്യം എഴുതണം. ഓക്കെ, ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് നോട്ട് ചേർക്കണം. ഹി ഹാഡ് ബെറ്റർ നോട്ട് വരിക, കം ഹിയർ. കം ഹിയർ. ഉണ്ടോ? ഒന്നായി. ഹി ഹാഡ് ബെറ്റർ നോട്ട് കം ഹിയർ. അവൻക്ക് ഇവിടെ വരാത്തതാണ് നല്ലത്. ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം, നൗ ചേർക്കാം ഇവിടെ. ഓക്കെ, നൗ എന്ന് ചേർക്കാം, അല്ലെങ്കിൽ റൈറ്റ് നൗ, അല്ലെങ്കിൽ അറ്റ് ദ മൊമെന്റ്സ്, ഇങ്ങനെ ചേർക്കാവുന്നതാണ്. ഹി ഹാഡ് ബെറ്റർ നോട്ട് കം ഹിയർ നൗ. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ വെർഷനാണ് എന്ത്? ഹി വുഡ് ബി ബെറ്റർ ടു. ഹി വുഡ് ബി ബെറ്റർ നോട്ട് ടു ചേർക്കണം. ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ, ഹി വുഡ് ബി
ബെറ്റർ എന്ന് പറയുന്ന വേർഡിന് ശേഷം നോട്ട് ടു കം ഹിയർ നൗ. ഇത് രണ്ടും നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഹി വുഡ് ബി ബെറ്റർ നോട്ട് ടു കം ഹിയർ നൗ. ഇനി നമുക്ക് മൂന്നാമത് നോക്കാം. എന്താണ് മൂന്നാമത്? നമുക്ക് ഇന്ന് കളിക്കാത്തതാണ് നല്ലത്. അപ്പം നമുക്ക് വി ഹാഡ് ബെറ്റർ നെഗറ്റീവ് ആയതുകൊണ്ട് നോട്ട് ചേർക്കും. വി ഹാഡ് ബെറ്റർ നോട്ട് പ്ലേ ഇന്ന് ടുഡേ. ഓക്കെ, ഇതാണ് നമ്മുടെ നെഗറ്റീവാണ്. ഇനി നമുക്ക് നാലാമത് നോക്കാം. എനിക്ക് അവളെ കാണുന്നതാണ് നല്ലത്. പറയാം, എനിക്ക് ഐ എഴുതി, അത് കഴിഞ്ഞിട്ട് ഹാഡ് ബെറ്റർ, ഐ ഹാഡ് ബെറ്റർ. ഇനി അടുത്താണ് വേർബ് ഫസ്റ്റ് ഫോം. ഐ ഹാഡ് ബെറ്റർ മീറ്റ് ഹെർ. കണ്ടോ? ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് എഴുതാം. എങ്ങനെ? ഐ ഹാഡ് ബെറ്റർ നോട്ട് മീറ്റ് ഹെർ. ഇനി നമുക്ക് അടുത്ത് നോക്കാം അല്ലേ. അഞ്ചാമതാണ്, അവൻക്ക് അവളോട് ഇന്ന് രാത്രി ഫോണിൽ സംസാരിക്കാത്തതാണ് നല്ലത്. നെഗറ്റീവാണ്. അവൻക്ക് അവളോട് ഇന്ന് രാത്രി ഫോണിൽ സംസാരിക്കാത്തതാണ് നല്ലത്. നമുക്ക് ആദ്യം ഈ ഒരു ഫോർമുല സ്ട്രക്ചർ ഫോളോ ചെയ്യാവുന്നതാണ്. ആദ്യം അവൻക്കല്ലേ, അപ്പോൾ ഹി കഴിഞ്ഞാൽ ഉടൻ ഹാഡ് ബെറ്റർ ചേർത്തിരിക്കണം. ഹാഡ് ബെറ്റർ. ഇതും നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നോട്ട് ചേർക്കുന്നു. യെസ്, അപ്പോൾ എന്തായി? ഹി ഹാഡ് ബെറ്റർ നോട്ട് ടോക്ക്, സംസാരിക്കുക. ടോക്ക് ടു ഹെർ, അവളോടല്ലേ. ഉണ്ടോ? ഹി ഹാഡ് ബെറ്റർ നോട്ട് ടോക്ക് ടു ഹെർ. എവിടെയാണ്? ഓൺ ദ ഫോൺ എന്ന് പറയാം. ഫോണിൽ എന്ന് പറയാം. ഓൺ ദ ഫോൺ എന്ന് പറയുന്നൊരു ഫ്രേസാണ്. 3 വേർഡ് അടങ്ങുന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള ഫ്രേസാണ്. അതുപോലെ തന്നെ എഴുതിയിരിക്കണം. എപ്പോഴാണ്? ഇന്ന് രാത്രി, tonight. നമുക്ക് എഴുതാം tonight. കണ്ടോ? അപ്പോൾ എന്തായി? സിമ്പിളായി. ഹി ഹാഡ് ബെറ്റർ നോട്ട് ടോക്ക് ടു ഹെർ ഓൺ ദ ഫോൺ tonight. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊരു ഡിഫിക്കൽട്ട് തോന്നും. പക്ഷേ ഒരു 5-6 തവണ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? എല്ലാം സിമ്പിളായി പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇനി ആറാമതാണ്, നിനക്ക് ഇപ്പോൾ നിന്റെ ജോലി ചെയ്യുന്നതാണ് നല്ലത്. പറയാം, നിനക്ക് യു ഹാഡ് ബെറ്റർ ചെയ്യുക. ഡു. യു ഹാഡ് ബെറ്റർ ഡു യുവർ വർക്ക്. എപ്പോഴാണ്? ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്ന വേർഡ് നമുക്ക് ലാസ്റ്റ് ചേർക്കാവുന്നതാണ്. നൗ അല്ലെങ്കിൽ റൈറ്റ് നൗ അല്ലെങ്കിൽ അറ്റ് ദ മൊമെൻറ്റ്സ്. ഓക്കെ, റൈറ്റ് നൗ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഡോസ് കൂടി സ്ട്രോങ് ആയി. ഇനി നമുക്ക് ഇതിൻ്റെ എന്ത് എഴുതാം? നെഗറ്റീവ് എഴുതാം. യു ഹാഡ് ബെറ്റർ നോട്ട് ഡു യുവർ വർക്ക് നൗ. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വെർഷൻ ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെ? യു വുഡ് ബി ബെറ്റർ ടു ഡു യുവർ വർക്ക്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഏഴാമതാണ്, ഇപ്പോൾ നീ പുറത്ത് പോകാത്തതാണ് നല്ലത്. ഇപ്പോൾ നിനക്ക് പുറത്ത് പോകാത്തതാണ് നല്ലത്. പറയാം, യു ഹാഡ് ബെറ്റർ നോട്ട്. നെഗറ്റീവ് ആയതുകൊണ്ട് നോട്ട് ചേർക്കും. നോട്ട് ഗോ ഔട്ട്. എപ്പോൾ? ഇപ്പോൾ. ഔട്ട് നൗ അല്ലെങ്കിൽ റൈറ്റ് നൗ. ഇങ്ങനെ ഉപയോഗിക്കാം. ഇനി നിങ്ങളൊരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സ് അയക്കുക. പിന്നെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ ഷെയർ ദിസ് വീഡിയോ. ഓക്കെ, താങ്ക് യു എവരിവൺ.